ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രമാണ്. ഇന്ത്യൻ ഭരണഘടനാ ചരിത്രം കുറച്ച് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ 2 ക്ലാസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ആക്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ് ആക്റ്റുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ? റെഗുലേറ്റിംഗ് ആക്ട് 1773 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. അതുപോലെ ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം റെഗുലേറ്റിംഗ് ആക്ടിലാണ്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം ഏതിലാണ്? റെഗുലേറ്റിംഗ് ആക്ടിൽ. അതുപോലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലിനെ സഹായിക്കാനായി 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിതമായി. എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലിനെ സഹായിക്കാനായി 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിതമായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് 3 ജഡ്ജിമാരുമായി കൽക്കട്ടയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം എന്നാണ്? 1774. നെക്സ്റ്റ് വൺ, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ആദ്യമൊക്കെ PSC എക്സാം നമുക്കറിയാം, OMR ഒക്കെ 1 വേർഡ് രൂപത്തിലായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് PSCയിൽ ചോദിക്കുന്നത്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആക്റ്റും എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്ന് പറഞ്ഞാൽ? റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി പാസാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. മുൻപ് നമ്മൾ പറഞ്ഞു റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ ആക്ട് ഒക്കെ റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി പാസാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അതുപോലെ ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. എന്താണ്? ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അടുത്ത ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. എന്താണ് ചാർട്ടർ ആക്ട് 1813? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് 1813. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് 1813. ചൈനയുമായുള്ള തേയില കറുപ്പ് വ്യാപാരം ഒഴികെയാണ് കേട്ടോ. ചൈനയുമായുള്ള തേയില കറുപ്പ് വ്യാപാരം ഒഴികെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമമാണ് ചാർട്ടർ ആക്ട് 1813. അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുവാനും അനുമതി നൽകിയ നിയമമാണ്
ചാർട്ടർ ആക്ട് 1813. എന്താണ്? ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുവാനും അനുമതി നൽകിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1813. നെക്സ്റ്റ് വൺ, ചാർട്ടർ ആക്ട് 1833. ഇയറുകൾ തമ്മിൽ മാറിപ്പോകരുത്. ആദ്യം നമ്മൾ പറഞ്ഞത് ചാർട്ടർ ആക്ട് 1813 ആണ്. അടുത്ത പോയിന്റ് ചാർട്ടർ ആക്ട് 1833. എന്താണ് ചാർട്ടർ ആക്ട് 1833? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1833. എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1833 എന്ന് പറയുന്നത്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലിൽ നിക്ഷിപ്തമാക്കിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1833. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലിൽ നിക്ഷിപ്തമാക്കിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1833 എന്ന് പറയുന്നത്. ഒരു കച്ചവട സ്ഥാപനം എന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പദവി റദ്ദാക്കുകയും അതൊരു സമ്പൂർണ്ണ ഭരണ സംവിധാനം ആയി മാറുകയും ചെയ്ത നിയമമാണ് ചാർട്ടർ ആക്ട് 1833. എന്താണ്? ഒരു കച്ചവട സ്ഥാപനം എന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പദവി റദ്ദാക്കുകയും അതൊരു സമ്പൂർണ്ണ ഭരണ സംവിധാനമായി മാറുകയും ചെയ്ത നിയമമാണ് ചാർട്ടർ ആക്ട് 1833. നെക്സ്റ്റ് വൺ, ചാർട്ടർ ആക്ട് 1853. അപ്പൊ ചാർട്ടർ ആക്ട് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ചാർട്ടർ ആക്ട് 1813, അതുപോലെ ചാർട്ടർ ആക്ട് 1833. അടുത്ത് നമ്മൾ പറയുന്നതാണ് ചാർട്ടർ ആക്ട് 1853. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1853. എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് 1853 ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് 1853 എന്ന് പറഞ്ഞാൽ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയ നിയമം. എന്താണ്? ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപെടുത്തിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1853. 1853 ചാർട്ടർ ആക്ട് പ്രകാരം സിവിൽ സർവീസ് തസ്തികകളിലേക്ക് ഒരു മത്സര പരീക്ഷ രീതി ആദ്യമായി നടപ്പാക്കി. എന്താണ്? 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ് സിവിൽ സർവീസ് തസ്തികകളിലേക്ക് മത്സര പരീക്ഷാ രീതി ആദ്യമായി നടപ്പിലാക്കിയത്. 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് മെക്കാളെ കമ്മിറ്റി. എന്താണ് മെക്കാളെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് മെക്കാളെ കമ്മിറ്റി എന്ന് പറയുന്നത്. മെക്കാളെ കമ്മിറ്റി അറിയപ്പെടുന്നത് എന്താണ്? കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് മെക്കാളെ കമ്മിറ്റി അറിയപ്പെടുന്നത്. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മെക്കാളെ കമ്മിറ്റി. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. എന്താണ്? ചാർട്ടർ ആക്ട് 1853 ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. ചാർട്ടർ ആക്ട് 1853 ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1853. എന്താണ്? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമമാണ് ചാർട്ടർ ആക്ട് 1853. ചാർട്ടർ ആക്ട് 1853 ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് നിയമിതരായ
6 പുതിയ അംഗങ്ങളിൽ 4 പേർ മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രാദേശിക ഗവൺമെന്റുകളിൽ നിന്നാണ് നിയമിക്കപ്പെട്ടത്. എന്താണ്? ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് നിയമിതരായ 6 പുതിയ അംഗങ്ങളിൽ 4 പേർ മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രാദേശിക ഗവൺമെന്റുകളിൽ നിന്നാണ് നിയമിക്കപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിൽ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇതിന്റെ ബാക്കിയുണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം.